ഭർത്താവ് 7 വർഷം ഞാൻ കൂടിയിരുന്ന കൊട്ടാരം വിട്ട് പൊക്കോളാന്ന് ഈ ദേവാലയത്തെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ ദേവസേനെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഡോക്ടർ, ഡോക്ടർ, സിസ്റ്റർ, ഡോക്ടർ, അത് റിമൂവ് ചെയ്യൂ. ഓക്കെ ഡോക്ടർ. സിസ്റ്റർ, കുട്ടിയെ ശ്രദ്ധിച്ചു. ഞങ്ങൾ പാരന്റ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. വരൂ ഡോക്ടർ. ഡോക്ടർ, എന്തായി ഡോക്ടർ? കുഞ്ഞ് രക്ഷപ്പെട്ടു. ഒരു അർജന്റ് സർജറി ആവശ്യമുണ്ടായിരുന്ന കുട്ടിയുടെ ഹെൽത്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ നോർമലായിട്ട് മാറിയിരിക്കുന്നു. ഇതൊരു മെഡിക്കൽ മിറാക്കിളാണെന്നേ പറയാൻ പറ്റൂ. നിങ്ങളുടെ കുഞ്ഞിന് ഈശ്വരന്റെ കൃപ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിശയം നടന്നിരിക്കുന്നത്. ഇപ്പൊ കുട്ടിക്ക് പേടിക്കാനായിട്ട് ഒരു പ്രശ്നമില്ല. ഒരു നൈറ്റ് ഇവിടെ ഫോർമൽ ഒബ്സർവേഷനിൽ വെച്ചിട്ട് കാലത്ത് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ കുട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. എനിക്ക് ദേവസേന ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പോയി കണ്ടോളൂ. കം ഡോക്ടർ. ഇത്ര പെട്ടെന്നുള്ള റിക്കവറി അൺബിലീവബിൾ. മോളെ ദേവസേനെ, മോളെ ദേവസേനെ. ദേവസേനെ. സർ, കുട്ടി ഇപ്പൊ നല്ല മയക്കത്തില. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് പൊക്കോളൂ. ശരി. എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം അസമാധാനായത്. ഞങ്ങൾക്കും ഇപ്പോഴാണ് മോനെ സമാധാനായത്. മോൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇവിടെ നിൽക്കുമല്ലേ? മോൻ വീട്ടിലേക്ക് പോയിക്കോ.
രാത്രി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ദേവസേനെ നോക്കിക്കൊള്ളാരോ. അയ്യോ വേണ്ട, ദേവസേന കണ്ണു തുറന്നാൽ ഉടനെ എന്നെ അന്വേഷിക്കും. ഞാനിവിടെ ഇരുന്നോളാം. അരുൺ, ഞങ്ങൾ മോന്റെ കൂടെ ഉള്ളപ്പോ രാത്രി മുഴുവൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഉറക്കമൊഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞല്ലോ. മോൻ വീട്ടിലേക്ക് പോയിക്കോ. ദേവസേനയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മാളവികെ, അരുൺ എങ്ങനെ മടിച്ചു നിൽക്കുള്ളൂ മോളെ. നമ്മളായിട്ടെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേ പറ്റൂ. അരുണിനെ കൂട്ടിക്കൊണ്ട് പോ മോളെ. അരുണേട്ടാ വാ, നമുക്ക് പോവാം. മാളവികയുടെ കൂടെ ചെല്ലുമോനെ. എന്താ മോനെ ആലോചിക്കുന്നത്? ദേവസേനയെ മോൻ നോക്കുന്നത് പോലെ ഞങ്ങൾ നോക്കില്ലെന്ന് വിചാരിച്ചാണോ? അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അരുൺ മോനെ, ദേവസേന എന്റെ ചേച്ചിയുടെ പേരക്കുട്ടിയാ. അവള് ഞങ്ങൾക്ക് പ്രാണനെ പോലെയാ. നീ ഞങ്ങളെ രണ്ടുപേരെയും അന്യരായിട്ടല്ല കാണുന്നതെങ്കിൽ മോനിപ്പോ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ദേവസേനയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് കരുതിയല്ലേ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മനസ്സ് വിഷമിക്കണ്ടെന്നാ വിചാരിക്കുന്നത്. ദേവസേനയെ നോക്കാൻ നിങ്ങൾ തന്നെ ഇവിടെ നിന്നോളൂ. ഞാൻ രാവിലെ ഡിസ്ചാർജിന്റെ സമയമാകുമ്പോൾ വരാം. ശരി മോനെ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ദേവസേന കണ്ണു തുറന്നാ അരുണിനോട് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെ അരുണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഞാൻ ആലോചിക്കായിരുന്നു. എന്നാ നിങ്ങൾ തന്ത്രപൂർവ്വം അവനെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? അരുണിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിലല്ല കാര്യമുള്ളത്. ദേവസേനയെ പരലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിലാണ് സാമർത്ഥ്യം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? ദേവസേന ജീവനോടെ ഇരുന്ന നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് ദേവസേനയെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വെച്ചത് ചെയ്യാൻ പറ്റുമോ? രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ദേവസേനയെ കൊല്ലണം നമുക്ക്. അമ്മേ, ഞാൻ കണ്ട ദുസ്വപ്നം പോലെ അരുണേട്ടനൊന്നും സംഭവിക്കാതെ നീ തന്നെ കാത്തോളണേ. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അമ്മയെ കാണാൻ ഇത്രയും ദൂരം എത്തിയത്. എന്റെ പ്രാർത്ഥന കേൾക്കണേ അമ്മേ. വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശുനാപതിം വന്ദേ സൂര്യശശാങ്ക വന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ചവരദം വന്ദേ ശിവം ശങ്കരം. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന നീ കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രം ഇപ്പൊ രക്ഷപ്പെട്ടത്. എന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ എനിക്ക് തിരിച്ചു തന്ന കർത്താവിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ വീട് ഉപേക്ഷിച്ചു പോവാൻ തീരുമാനിച്ചിരിക്കുക. എന്റെ ഈ തീരുമാനം മോളെ ഒരുപാട് വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയാം. എന്റെ മോള് അമ്മ കൂടില്ലെന്നോർത്ത് വിഷമിക്കാതെ ഇപ്പോഴത്തെയും പോലെ സന്തോഷത്തോടെ ഇരിക്കണം. നല്ല പോലെ പഠിക്കണം. അച്ഛനും ഗംഗ ചേച്ചി പറയുന്നതൊക്കെ അനുസരിക്കണം. അവരെ ഒരിക്കലും എന്റെ മോളെ വിഷമിപ്പിക്കരുത്. ഞാൻ മോളെ പിരിഞ്ഞിരിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഭൈരവിയും ചാമുണ്ടിയും മാധവിയും ഒക്കെ എന്നെ ബന്ധിച്ചു വച്ചിരുന്നപ്പോ നമ്മൾ തമ്മിൽ പിരിഞ്ഞു തന്നെയല്ലേ ഇരുന്നത്. അപ്പോഴൊക്കെ അവൾ അമ്മയെ പ്രതീക്ഷിച്ച് വിഷമിക്കാതെ നല്ല കുട്ടിയായിട്ടിരുന്നില്ലേ? അതുപോലെ തന്നെ ഇനിയുള്ള കാലം നല്ല കുട്ടിയായിട്ടിരിക്കണം. അമ്മ ഇനി ഒരിക്കലും ഇനി എന്റെ മോളെ കാണാൻ വരില്ല.
ഇനി നമ്മൾ ഒരിക്കലും കാണില്ല, ഒരിക്കലും സംസാരിക്കില്ല. പക്ഷെ എന്റെ മോള് മാത്രമായിരിക്കും എപ്പോഴും എന്റെ മനസ്സിൽ. മോളുടെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇത്രയും നാളും മോളുടെ കൂടെ നിന്ന് സംരക്ഷിച്ച അമ്മയ്ക്ക് ഇനി ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മോളെ. ഇത്രയും നാളും എന്റെ മാത്രം കുഞ്ഞായിരുന്ന നിന്നെ ഇനിയുള്ള കാലം നോക്കാൻ കർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പോവാ. ഇനി മോളെ ഒരാപത്തും കൂടാതെ സർവശക്തനായ ആ കർത്താവ് തമ്പുരാൻ തന്നെ നോക്കിക്കോളും. ഇത് അമ്മ തരുന്ന അവസാനത്തെ മുത്തുവാ. അമ്മ പോവാ. അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്റെ മോളുടെ അമ്മയാവാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരിക്കലും പിരിയാതെ അമ്മ കൂടെ ഉണ്ടാവും. അമ്മ പോവാ. അമ്മ പോവാ മോളെ. എല്ലാവരും നല്ല ഉറക്കത്തിലാ. ഇപ്പോഴാണെങ്കിൽ ഐസ് റൂമിനടുത്ത് ആരും ഉണ്ടാവുകയില്ല. ഇത് തന്നെയാ ദേവസേനെ കൊല്ലാൻ പറ്റിയ അവസരം. നീ വേഗം വാ. ശരി. ദേവസേന ഒന്നും ചെയ്യരുത് അച്ഛാ. വിടാനല്ലേ പറഞ്ഞത് അച്ഛനോട്? ദേവസേന നമ്മളെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അവളെ വെറുതെ വിട്ടാ അവളെ എല്ലാ സത്യങ്ങളും അരുണിനോട് ചെന്ന് പറയും. അതോടെ നമ്മൾ കുടുങ്ങും. ദേവസേനയെ കൊല്ലുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. നീ ഇവിടുന്ന് പോ. ആന്റിയെ മാളവിക അടിച്ചിട്ടിട്ട് നിങ്ങൾ നടത്തുന്ന ഈ ആൾമാറാട്ടം തന്നെ തെറ്റാ. ഇപ്പൊ ഒന്നും അറിയാത്ത ഈ ചെറിയ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. ഇതിന് ഞാൻ സമ്മതിക്കില്ല. വിജയതയ്ക്ക് അവളെ വിടാനാ പറഞ്ഞത്. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടാ. നീ അത് മനസ്സിലാക്കാദ്യം. നിർത്താനാ പറഞ്ഞത്. ദേവസേന ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ കഴുത്തറുത്ത് മരിക്കും. വേണ്ട ദേവസേന ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ കഴുത്തറുത്ത് മരിക്കും. വേണ്ട നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ കഴുത്തറുത്ത് ചാവാൻ പോവാ. വൃന്ദേ, ആവശ്യമില്ലാത്തൊന്നും നീ കാണിച്ചു കൂട്ടരുത്. അങ്ങനെയാണെങ്കിൽ
ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ പുറത്തു പോകും. ദേവസേന അരുണിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാ. ദേവസേന ആരോട് സത്യം പറയില്ല. ഞാൻ അവളോട് സംസാരിച്ചോളാം. നിങ്ങൾ ആദ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ പൊക്കോളാം. മര്യാദക്ക് നീ ആ കത്തി താഴെയിട്. ചേട്ടാ, അവള് പിടിവാശിക്കാരിയെന്നറിയാലോ. എന്തെങ്കിലും ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോവാം. വാ വാ. ദേവസേനെ, ദേവസേനെ, മോളെ 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 ദേവസേനെ. എന്തപ്പോ ചെയ്യാ? ദേവസേനെ, മോൾ എന്നോട് ക്ഷമിക്കണം. എന്റെ പേര് മാളവിക എന്നല്ല. ചേച്ചിയുടെ പേര് എന്തു ആയിക്കോട്ടെ, എന്നെ രക്ഷിച്ചത് ചേച്ചിയല്ലേ. ദേവസേനെ, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ചേച്ചിയുടെ അച്ഛനും അമ്മ എന്നെ കൊല്ലാൻ നോക്കിയപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി മരിക്കാൻ വരെ തയ്യാറായില്ലേ. ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ അച്ഛനും അമ്മയും ചെയ്തതൊന്നും ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കില്ല. എന്റെ അച്ഛനും അമ്മയും സ്വത്ത് മോഹിച്ച് കൊട്ടാരത്തിലേക്ക് വന്നതായിരിക്കാം. പക്ഷെ അവരാ തെറ്റ് ചെയ്യാതെ തടയാനാ ഞാൻ വന്നിരിക്കുന്നത്. അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. മോൾ അതൊന്നോർത്ത് വിഷമിക്കരുത്. എന്റെ അച്ചാച്ചന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കിയവർക്കൊന്നും അതൊരിക്കലും കിട്ടിയിട്ടില്ല. അതുപോലെയായിരിക്കും ഇവർക്ക് നടക്കാൻ പോകുന്നത്. അവരുടെ കാര്യം പോട്ടെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. മോക്ക് ഇപ്പൊ തന്നെ ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. ഇത് അമ്മ തരുന്ന അവസാനത്തെ മുത്തോ. അമ്മ പോവാ. അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്റെ മോളുടെ അമ്മയാവാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അമ്മ പോവാ. അമ്മ പോവാ മോളെ.